ഹലോ ഡിയേഴ്സ്, ഹൗ ആർ യു? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുമായിട്ടാണ്. അതായത് ടീച്ചേഴ്സിനെ ഇൻ്റർവ്യൂ നടത്തുന്നവരോട് ഒരു ചെറിയ റിക്വസ്റ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാമല്ലേ, നമ്മൾ പഠിക്കുകയല്ല, നമുക്കറിയാം. ആ വേർഡ് തന്നെ ഉണ്ട് അല്ലേ, പേഴ്സൺ ഹൂ ടീച്ചേഴ്സ് എസ്പെഷ്യലി ഇൻ സ്കൂൾ അല്ലേ. ഒരു പഠിപ്പിക്കുന്ന ആളാണ് ടീച്ചർ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സ്കൂളുകൾ കോളേജുകളിലൊക്കെ പഠിപ്പിക്കുന്ന ആളെയാണ് നമ്മൾ ടീച്ചർ എന്ന് പറയുന്നത് അല്ലേ. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. എന്നാൽ ഇന്ന് ടീച്ചേഴ്സ് ഇൻ്റർവ്യൂവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ടീച്ചേഴ്സ് ഇൻ്റർവ്യൂവിൽ ഒരു ടീച്ചറോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഒരു ടീച്ചറെ സെലക്ട് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണോ നിങ്ങൾ ചോദിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കേണ്ടതുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട്, അറ്റൻഡ് ചെയ്തതിൽ നിന്ന് എനിക്കുണ്ടായ പല എക്സ്പീരിയൻസുകൾ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ. ഇതേ അഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, ഇതിന് എതിരായിട്ടുള്ള അഭിപ്രായക്കാരും ഉണ്ടായിരിക്കും. എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ടീച്ചറെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ആദ്യം നോക്കേണ്ടത്? ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഗൂഗിൾ ചെയ്ത് നോക്കുകയല്ല, നമ്മൾ BEd പഠിക്കുമ്പോഴും അതേപോലെ തന്നെ TTC പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടാവും. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ഓഫ് എ ടീച്ചർ എന്ന് പറഞ്ഞിട്ടോ അല്ലേ. ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഒരു ടീച്ചർക്ക് വേണ്ട ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അത് ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഈ എല്ലാ ക്വാളിറ്റീസും ഒരു ടീച്ചർക്ക് വേണ്ടത് തന്നെയാണ്, വേണ്ടാത്തതാണ് എന്നൊരു അഭിപ്രായക്കാരിയല്ല ഞാൻ. എന്നാൽ എനിക്ക് പറയാനുള്ളത്, ഒരു ടീച്ചർക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് കുട്ടികളുടെ പ്രായത്തിനും മനസ്സിനും അനുസരിച്ച രീതിയിൽ അവർക്കൊരു ടോപ്പിക്ക് എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ എത്രത്തോളം മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നോ, അതാണ് ഒരു ടീച്ചർക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഇൻ്റർവ്യൂ വിളിച്ചിട്ട് ഒരു ടീച്ചറെ മുന്നിലിരുത്തിക്കൊണ്ട് ഒരു ഷോ കാണിക്കുന്നത് പോലെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. ഞാനിവിടുത്തെ പ്രിൻസിപ്പാളാണ്, അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പാളാണ്, അല്ലെങ്കിൽ ഈ ഒരു ഇതിലെ ഒരു മെമ്പറാണ് എന്നൊക്കെയുള്ള രീതിയിൽ മുന്നിലിരിക്കുന്ന ടീച്ചറെ വട്ടം കറപ്പിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് അല്ലേ. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കുക കേട്ടോ. ടീച്ചേഴ്സിനെ കുറ്റം പറയാൻ ഞാൻ ആളല്ല കേട്ടോ, എന്നാലും എൻ്റെ വലിയൊരു അഭിപ്രായം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ BEdന് പഠിച്ചതോ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പഠിച്ചതോ അല്ലെങ്കിൽ PG ലെവലിൽ പഠിച്ചതോ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആ ടീച്ചറോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ആ ടീച്ചർ ഒരു ഇൻ്റർവ്യൂ കോൾ വന്നാൽ ടീച്ചർ എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക, ഇനി ഇൻ്റർവ്യൂവിന് എന്തെല്ലാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക എന്നുള്ള രീതിയിൽ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടും പല സ്ഥലങ്ങളിൽ ബുക്സ് നോക്കിയിട്ടാണെങ്കിലൊക്കെ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇൻ്റർവ്യൂവിന് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സൊക്കെ നോക്കി വെക്കുന്നു, പഠിച്ചു വെക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഒരു ടീച്ചർ, ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ ഇംഗ്ലീഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്രത്തോളം കവർ ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം പഠിച്ചു വെച്ചിട്ടാണ് ഒരു ടീച്ചർ പോകുന്നത് അല്ലേ. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഈ പഠിച്ചതൊന്നുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തം ബ്ലാങ്കായി മാറുകയാണ്, നമ്മുടെ മൈൻഡ് മൊത്തം ബ്ലാങ്ക് ആവുകയാണ്. പിന്നെ ആ ടീച്ചർക്ക് എന്താ അറിയുന്നത് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ടീച്ചറെ തിരിച്ചറിയാൻ കഴിയുമോ? ഇതിലൂടെ നിങ്ങൾക്ക് ഒരു നല്ല ടീച്ചറെ സെലക്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യമായിട്ട് അവിടെ അവശേഷിക്കുകയാണ്. അതായത് നിങ്ങൾ ഒരു ടീച്ചറെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു ഡെമോ എടുപ്പിക്കുക. ടീച്ചറെ കൊണ്ട് ഒരു ഡെമോ എടുപ്പിക്കുക. അതായത് കുട്ടികൾക്ക് എത്രത്തോളം നല്ല രീതിയിൽ മനസ്സിലാവുന്ന രീതിയിൽ ആ ടീച്ചർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, അതാണൊരു നല്ല ടീച്ചർ. അതാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പിറകെ വന്നോളും എന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ ഒരു സ്കൂള് നമ്മൾ ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഏതെങ്കിലും ഡിഗ്രി ലെവലിൽ പഠിച്ച പോയം ചോദിക്കുക, ഒരു പോയം ചൊല്ലാൻ പറയുക, അതിലെ 4 വരികൾ പറയാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പോയറ്റ് ഏതാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓതർ ആരാണ്,
ഈ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു ടീച്ചറെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഒരു ടീച്ചർ നിങ്ങൾ സെലക്ട് ചെയ്ത് കുട്ടീനെ പഠിപ്പിക്കാൻ കഴിവുള്ള ടീച്ചറാണ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പിന്നെ ആ ടീച്ചർ സ്കൂളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? ആ ടീച്ചറുടെ മൈൻഡിൽ നല്ല ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളുടെ വളർച്ചയ്ക്ക് ഞാനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്, അല്ലേ? കുട്ടികൾക്ക് നൽകുന്ന അറിവുകൾ അത് തെറ്റില്ലാതെ വളരെ ക്ലിയർ ആയിട്ട് നൽകണം എന്നുള്ള ഉദ്ദേശമാണ് ഏതൊരു നല്ല ടീച്ചർക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്? അവർക്ക് പഠിപ്പിക്കാനുള്ള ടോപ്പിക്ക് വെൽ പ്രിപ്പയർഡ് ആയിട്ടേ സ്കൂളിലേക്ക് പോവുള്ളൂ. ഏതെങ്കിലും ടീച്ചേഴ്സ് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ ക്ലാസ് റൂമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്ന ഒരവസ്ഥ അത് ഉണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മൾ ഈ ടീച്ചറോട് വിളിച്ചു വരുത്തിയിട്ട് പെട്ടെന്ന് എന്താണ് സ്പോട്ടിലൊരു ടോപ്പിക്കും കൊടുത്തുകൊണ്ട് ചിലപ്പോൾ ഡെമോ എടുക്കാൻ വേണ്ടിയിട്ട് പറയും. അതിനോടും എനിക്ക് അത്ര യോജിപ്പില്ല. എന്നാലും എന്താണ് തലേ ദിവസം വിളിക്കുന്ന സമയത്ത് നിങ്ങളെ ഇൻ്റർവ്യൂവിന് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് ഒന്നുകിൽ ഈ ക്ലാസ്സിലെ ഒരു ടോപ്പിക്ക് പറയുക, ഗ്രാമർ, ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഒരു ഗ്രാമർ ടോപ്പിക്ക് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗം നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വരിക. ഒരു 5 മിനിറ്റിന് നേരത്തേക്ക് അല്ലെങ്കിൽ 15 മിനിറ്റ് നേരത്തേക്ക്, എത്ര മിനിറ്റാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, 45 മിനിറ്റ് ആണെങ്കിൽ അത് പറയുക. എന്നിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാൻ പറഞ്ഞാൽ ആ ടീച്ചർ എത്രത്തോളം ആ ടീച്ചറുടെ കഴിവ് അവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ പറ്റുന്നുള്ളതേ നോക്കുള്ളൂ. അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്തിട്ടേ ആ ടീച്ചർ വരുള്ളൂ. അവിടെയാണ് നിങ്ങളൊരു ടീച്ചറുടെ കഴിവ് കാണേണ്ടത്. അല്ലാതെ ഡിഗ്രി പഠിച്ചതോ +2 പഠിച്ചതോ ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടോ ആ ടീച്ചറെ വട്ടം കറപ്പിക്കുന്നതിൽ ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ടീച്ചറെയാണ് ആ സ്കൂളിൽ നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ സ്കൂളുകളിൽ എന്താണ്, ഏത് രീതിയിലാണ് സ്കൂളുകൾ മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. എങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തി ഒരു ടീച്ചറെ സെലക്ട് ചെയ്താലും ആ സ്കൂളിൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആ സ്കൂളിനൊരു സിലബസ് ഉണ്ടായിരിക്കും, അല്ലേ? അതേപോലെ ഒരു ഇയർ പ്ലാൻ ഉണ്ടായിരിക്കും, ഒരു വീക്ക്ലി പ്ലാൻ ഉണ്ടായിരിക്കും, ഒരു മന്ത്ലി പ്ലാനർ ഉണ്ടായിരിക്കും, അല്ലേ? ഇതനുസരിച്ച് ആ സ്കൂൾ മുന്നോട്ട് പോവുള്ളൂ. ഇപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ ഈ ചാപ്റ്റർ ഈ മന്തിനുള്ളിൽ തീർക്കണം, ഈ ഒരു ടോപ്പിക്ക് ഈ വീക്കിൽ തീർക്കണം. ആ രീതിയിലല്ലേ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള ഷോ കാണിക്കൽ എന്നുള്ളത് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഒരു ടീച്ചർ വെൽ പ്രിപ്പയർഡ് ആയിട്ടേ വരുള്ളൂ. സബ്ജക്റ്റ് നോളജ് ടീച്ചർക്ക് വേണം വേണ്ട എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത് ആ സെൻസിൽ ഉൾക്കൊള്ളുക കാണുന്നവർ. അപ്പോൾ നമ്മൾ എന്തായാലും അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് ഒരു ടീച്ചർക്ക് കുട്ടിയോട് അത്രയും ആത്മാർത്ഥത, ടീച്ചിങ്ങിനോട് ആത്മാർത്ഥതയുള്ളൊരു ടീച്ചറാണെങ്കിൽ വെൽ പ്രിപ്പയർഡ് ആയിട്ട് മാത്രമേ പോവുള്ളൂ. അവർക്ക് പറ്റുന്ന അവരുടെ കഴിവിൻ്റെ മാക്സിമം അവരവരുടെ മക്കളിലേക്ക് കൊടുക്കാനും ശ്രമിക്കും എന്നുള്ളതാണ്. ഞാനൊരു പല ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്ക് പല രീതിയിലുള്ള എക്സ്പീരിയൻസാണ് ഉണ്ടായത്. ചില സ്കൂളുകളിൽ ഡയറക്റ്റ് ഡെമോ നടത്തിയിട്ട് നമ്മളുടെ കഴിവ് നോക്കി സെലക്ട് ചെയ്യുന്നതുണ്ട്. ചില സ്കൂളാണെങ്കിലോ എന്താണ് ഒരുപാട് ഒരു ഇൻ്റർവ്യൂ പാനൽ തന്നെ ഇരുന്നിട്ട് ആദ്യം ആ ടീച്ചറോട് മാറി മാറി ക്വസ്റ്റ്യൻസ് ചോദിക്കുക ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ടീച്ചർക്ക് പറയാൻ പറ്റിയില്ല എന്ന് വരാം. എന്നാൽ ഇതെല്ലാം നല്ല രീതിയിൽ എല്ലാത്തിനും ആൻസർ പറയാൻ കഴിയുന്ന ടീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അവരത് പറയും. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിലൂടെ അവരെ സെലക്ട് ചെയ്യുന്നവരും ഉണ്ടാവാം, ഡെമോ പോലും എടുപ്പിക്കാതെ. എന്നാൽ ഈ ടീച്ചർക്ക് ക്ലാസ് എടുക്കാനുള്ള കഴിവുണ്ടോ എന്നുകൂടെ നിങ്ങൾ പരിശോധിക്കേണ്ടതില്ല. ചില ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് അറിവുകളുണ്ടാവും. ഇപ്പം ഞാൻ തന്നെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും, ഞാനെന്നല്ല നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ്, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ ആരാണ്, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ടീച്ചർ ആരാണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് ഓരോ ടീച്ചറിൻ്റെ മുഖം നമ്മുടെ മനസ്സിലേക്ക് വരുന്നില്ലേ? എന്തുകൊണ്ട് നമ്മുടെ ഫേവറേറ്റ് ആയി അവർ? എന്താണ്, നന്നായി പഠിപ്പിക്കുന്ന ടീച്ചറായിരിക്കും, കുട്ടികളോട് നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ടീച്ചറായിരിക്കും, അല്ലേ? എന്നാൽ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്ന ടീച്ചർ എങ്ങനെയുള്ള ടീച്ചറായിരിക്കും? നമുക്ക് ഇഷ്ടമല്ല എന്നല്ല, നമ്മളിപ്പോൾ പറയും ആ ടീച്ചർ കുട്ടികളോടൊക്കെ നല്ല ക്യാരക്ടറും നല്ല ഫ്രണ്ട്ലി ഒക്കെയാണ്, പക്ഷേ ടീച്ചർ എടുക്കുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയാറില്ലേ? എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് കേട്ടോ അങ്ങനെയുള്ള ടീച്ചേഴ്സ് എന്താ പറയുന്നത്, എന്താ പഠിപ്പിക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാവാൻ പറ്റാത്ത, അതായത് ആ ടീച്ചേഴ്സിന് അതിനുള്ള കഴിവില്ല പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള കഴിവ് ആ ടീച്ചേഴ്സിനില്ല. അതുണ്ടോ എന്ന് ആരാണ് നോക്കേണ്ടത്? ഇൻ്റർവ്യൂ നടത്തുമ്പോൾ അത് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ടീച്ചറെ സെലക്ട് ചെയ്ത് നോക്കിയേ.
ബാക്കിയുള്ള കാര്യങ്ങൾ, ആ ടീച്ചറുടെ ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ പിറകെ വരും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതുപോലെ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഒരു 100ഓളം ടീച്ചേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഞങ്ങളൊരു ക്ലാസ് റൂമിൽ ഇരിക്കുക. ഈ ഇൻ്റർവ്യൂവിന് കോളും വെയിറ്റ് ചെയ്തിട്ട് ഒരു റൂമിൽ ഞങ്ങൾ ഇരുത്തിയിരിക്കുക, പല സബ്ജക്റ്റിനായിട്ടുള്ളവരാണ്. ആ സമയത്ത് ചില ആളുകളെ കൊണ്ട് ഡെമോ എടുപ്പിക്കുന്നു, ചില ആളുകളോട് ഒന്നും ചോദിക്കുന്നു പോലുമില്ല, ജസ്റ്റ് എന്താണ് CV ഒന്ന് വായിച്ചു നോക്കുന്നു എന്നിട്ട് പോകാൻ പറയുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ കണ്ടു. ആ സമയത്ത് ഞാൻ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ടീച്ചേഴ്സിന് ഇവർക്ക് ഡെമോ എടുത്തിട്ട് സെലക്ട് ചെയ്തൂടെ, അതല്ലേ ഒന്നുകൂടെ ബെറ്റർ. പിന്നെ വെറുതെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ടീച്ചറെ വിലയിരുത്തുന്നതിനേക്കാളും എനിക്ക് ബെറ്ററായിട്ട് തോന്നിയത് അതാണ് എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ കൂടെയുള്ള ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, അതേപോലെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവർ കട്ട സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ നിന്നിട്ടോ. എല്ലാവരും, ആരും തന്നെ മാറി നിന്നിട്ടില്ല, എല്ലാവരും പറഞ്ഞു അത് വളരെ ശരിയാണ്, ഞങ്ങൾക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്, നിങ്ങൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യൂ, ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, ഫുൾ സപ്പോർട്ടായിട്ട് ഞങ്ങളെല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഓരോ ടീച്ചേഴ്സും ഓരോ ഇൻ്റർവ്യൂവിന് നടന്നുകൊണ്ടിരിക്കുന്ന, ജോലി അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ ടീച്ചേഴ്സിൻ്റെ ഉള്ളിലുള്ള തോന്നലുകൾ, ഉള്ളിലുള്ള ഒരു അഭിപ്രായം ഞാൻ എല്ലാ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും ഞാനൊരാൾ നിങ്ങളുടെ മുന്നിൽ പറയാണ്. ഇത്രയേ ഉള്ളൂ. ബൈ.